രാജാവിനെ രക്ഷിക്കൂ, ശിവ 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 ഹെൽപ്പ് ശിവ. നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ വരാം. ശിവ ഞാനും വരുന്നുണ്ട്, നീ പേടിക്കണ്ട, നിക്ക്. വേണ്ട, രക്ഷിക്കൂ, രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. നീയോ ഇത് എന്ത് വേഷം കെട്ടാ ഈ കാണിക്കുന്നത്? വെൽക്കം വെൽക്കം രാജാവേ. ഇവിടെ വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? നമ്മുടെ സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടൊക്കെ ഇരിക്കും. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ഒരു കാഴ്ച ഒന്ന് കാണേണ്ടതായിട്ടുണ്ട്. ഒരു ചെറിയ കാഞ്ഞരക്കുരു പോലത്തുള്ള ഒരു കുട്ടി എങ്ങനെയാണ് സൈക്കിൾ ഓടിക്കുന്നത് കാണുക. സ്പീഡ് കൂട്ടടേ. ഈ കൊച്ചിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തേ. Do something, you മണ്ടൻ പിള്ളേരെ. ഓക്കേ ബോസ്, ഓക്കേ ഓക്കേ. ഓഫോ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അത് ശരിക്കുള്ളതല്ല. ഫാൽക്കൺ ഒരിക്കലും ഇത്രയും വലുതായിട്ടുണ്ടാവില്ല. പക്ഷേ അതിനെ കാണാൻ ശരിക്കുള്ളത് പോലെ തന്നെയുണ്ട്. അല്ലല്ലോ സിക്സാറെ, നിങ്ങള് കമാൻഡോ കോഴ്സ് ചെയ്തെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇതൊക്കെ കണ്ടുപിടിക്കാത്തെ? അതേ കമാൻഡോ കോഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഭാവി പ്രവചനങ്ങളൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഈ രാജാവ് എങ്ങോട്ടാ പോയിരിക്കുന്നത് ഞാനെങ്ങനെ പറയാ? ഇത് കണ്ടപ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞങ്ങളുടെ ഗ്രാമത്തിലുണ്ടല്ലോ, പണ്ടൊക്കെ മിക്കപ്പോഴും കളവ് പോകുമായിരുന്നു. പക്ഷെ കള്ളനെ പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനൊരു ഐഡിയ ഒപ്പിച്ച് കള്ളത്തരം അങ്ങ് പ്രചരിപ്പിച്ചു വിട്ടു. അതായത് ഗ്രാമത്തലവൻ നാട്ടിലില്ല, പുറത്തേക്ക് പോയെന്ന്. എല്ലാവർക്കും അറിയായിരുന്നു ഗ്രാമത്തലവന്റെ വീട്ടിൽ ഒരുപാട് പണവും സ്വർണങ്ങളും ഒക്കെ ഉണ്ടെന്ന്. ഈ വിവരം ആ കള്ളൻ മനസ്സിലാക്കിയിട്ട് രാത്രി മോഷ്ടിക്കാനായിട്ട് അയാൾ അവിടെ വന്നു. ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അയാളെ പിടിക്കുകയും ചെയ്തു. ഞങ്ങളുടെ എല്ലാവരുടെ കയ്യിൽ നീളമുള്ള വടിയുണ്ടായിരുന്നു. അതുകൊണ്ട് അടിച്ചടിച്ച് അവന്റെ പരിപ്പിളക്കി. ഗ്രാമത്തിൽ നടന്ന മോഷണം മൊത്തം ഇവരാണ് ചെയ്തതെന്ന് കുറ്റമങ്ങ് സമ്മതിക്കുകയും ചെയ്തു. വളരെ ഞങ്ങൾക്ക് വഴി കാണിച്ചു തരികയും ചെയ്തല്ലോ. യെസ്, നീ പറഞ്ഞത് വളരെ ശരിയാണ് ആദി. യു ആർ ഇന്റലിജന്റ്.